അർജുനായിങ്കിയെ തിരഞ്ഞ പത്തനംതിട്ടയിലെ കാട്ടാമല കോളനിയിൽ എത്തിയ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി ആരോപണം. 60-ലധികം വരുന്ന പോലീസ് സംഘം കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ CPIM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ കയറി പരിശോധന നടത്തിയതായാണ് വിവരം. പോലീസ് നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആരോപിച്ചു. ഇവിടെ നിയമലംഘനം നടത്തിയിരിക്കുകയാണ്. കുട്ടികൾ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ 60ഓളം വീടുകൾ ആ വീടുകളിൽ മുഴുവൻ ഇന്നലെ രാത്രി അവിടെ ഒരു തങ്കമണി ആവർത്തിക്കാനുള്ള സമീപനമാണ് പോലീസ് ഇവിടെ ആസൂത്രണം ചെയ്ത് വന്നത്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കർശനമായ നിയമ നടപടിക്ക് വിധേയമാക്കും. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് മാത്രം നടക്കുന്ന കാര്യം. പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയിലേക്ക് കേരളം മാറിയെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിൽ പരിശോധനയുടെ പേരിൽ പോലീസ് അതിക്രമിച്ചു കയറിയതായി പ്രദേശവാസികൾ പറഞ്ഞു. കീഴേപ്പൂർ പോലീസ് എത്തിയപ്പോൾ തന്നെ നമ്മൾ കാര്യം പറഞ്ഞതാണ്. ഇവിടെ അർജുനായങ്കി എത്തിയിട്ടില്ല. ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും പാവപ്പെട്ട ആളുകളാണ്. അവർക്കാർക്കും അർജുനായങ്കിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞതാണ്. അതിനുശേഷമാണ് 8 വണ്ടി പോലീസ് ഒരു 12:30 ആയപ്പോഴത്തേന് എത്തുന്നതും ഇവിടെയുള്ള വീടുകളെല്ലാം കയറി സെർച്ച് ചെയ്യുന്നതും. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ തെരഞ്ഞുപിടിച്ചവർ കയറി ഇടിച്ചു കയറിയാണ് മുഴുവൻ വീടുകളിലും സെർച്ച് ചെയ്തത്. ഉറങ്ങിക്കിടന്ന പിള്ളേരെ കട്ടിലേന്ന് വലിച്ചു പോക്കി അതുങ്ങൾ പേടിച്ചിറങ്ങി മുറ്റത്തിറങ്ങി നിൽക്കുവായിരുന്നു. വീടിൽ അടുക്കളയെ തപ്പുന്നു, മുറിക്കകത്ത് തപ്പുന്നു, കട്ടിലിന്റെ വീടെ തപ്പുന്നു. എന്താന്ന് ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ല. നമ്മളും ആകപ്പാടെ പേടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടന്ന കുട്ടികളെ വരെ എഴുന്നേൽപ്പിച്ച് കട്ടിലിനടിയിലും അടുക്കളയിലും ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തിയെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. പേര് പോലും കേൾക്കുന്നുണ്ട്. വന്നാലും പോലും നമ്മൾ പാടിമണ്ണല്ലേ മല്ലപ്പള്ളി ഇവിടെ അല്ലാതെ പോകുന്നു. ഞാൻ എങ്ങും പോകുന്നില്ല. നമ്മളിങ്ങനെയുള്ള നമ്മൾ എങ്ങനെ ഈ പുള്ളിയൊക്കെ അറിയുന്നു?